എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ഇന്ന് ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് സ്കന്ധം 4 5-ാമത്തെ അധ്യായമാണ്. നമുക്കത് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത പഞ്ചമോധ്യായഃ. മൈത്രേയോവാച. ഭവോ ഭവാന്യാ നിധനം പ്രജാപതേരസൽകൃതായാമവഗമ്യ നാരദാത് സ്വപാർഷദഃ സൈന്യം ച തദധ്വരർഭുവേർവിദ്രാവിധം ക്രോധമഭാരമാദദേ. ക്രുദ്ധസ്സുതഷ്ടോഷ്ടപുടസ്സദൂർജടീർജടാം തടിധ്വന്നി സഡോഗ്രരോജിഷം ഉത്കൃത്യ രുദ്ര സഹസോത്തിദോഹസൻ ഗംഭീരനാദോം വിസസർജതാംബൂയീം. തതോ അധികായസ്തനുവാം സ്പൃശന്തിവം സഹസ്രബാഹുർഗണരുക്ത്രിസൂര്യദൃക് കരാളദംഷ്ട്രോം ജലദഗ്നിമൂർധജാം കപാലമാലീം വിവിധോദ്യതായുധഃ. തം കിം കരോമീതി ഗൃണന്തമാഹ ബദ്ധാഞ്ജലിം ഭഗവാൻ ഭൂതനാഥഃ. ദക്ഷം സയത്നം ജഹിമൽബടാനാം ത്വമഗ്രണീം രുദ്ര ഭടാംശഗോ മേ. ആജ്ഞപ്തയേവം കുപിതേന മന്നുനാ സദേവദേവം പരിചക്രമേ വിഭും. മേനേ തദാത്മാനമസങ്കരം ഹസാം മഹീയസാം താദസഹസ്നഹിഷ്ണും. അന്യൂയമാനഃ സദുരുദ്രപാർഷദൈർഹി ദൃശം നദൽഭിർവനദത്സു ഭൈരവം. ഉദ്യമ്യ ശൂലം ജഗദന്തകാന്തകം സപ്രാധ്രവദ്ഘോഷണഭൂഷണാഗ്രീം. അദർത്തിജോ യജമാനഃ സദസ്യാഃ കഗുഭ്യുദീഭ്യാം പ്രസമീക്ഷ്യ രേണും. തമക്കിമേതത് കുത ഏദ്രദ്ദജോഭൂത് ഇതി ദ്വിജാം ദ്വിജപത്ന്യശ്ച ദദ്യുഃ. വാദാനവാന്തി നഹി സന്ധിതസ്യ വഃ പ്രാചീനബർഹിർജീവതിഹോഗ്രദണ്ഡഃ. ഗാവോ ന കാല്യന്ത ഇദം കുതോരജോ ലോകോധുനാ കിം പ്രളയായ കൽപ്പതേ. പ്രസൂതിമിസ്ത്രാം ശ്രിയ ഉദ്വിഗ്നചിത്താം ഊജുർവിഭാഗോം വ്യജനസൈഷ്യ തസ്യാം. യത്പശ്യന്തീനാം ദുഹിദ്രൂണാം പ്രജേശഃ സുതാം സതീമവദദ്യാദവനാഗാം. യസ്തുന്തകാലേ വ്യുക്തജടാകലാപകാം സുശൂലസൂര്യാർപ്പിതദിഗ്ഗജേന്ദ്രഃ. വിദത്യ നൃത്യ തുദിതാസ്ത്രദോർധ്വജാഃ ഉച്ചാട്ടഹാസാം സ്തനയയിത്നുഭിന്നദിക്. അമർഷയിത്വാം തമസഹ്യ തേജസം മനുപ്ലുതം ദുർവിഷഹം ഭൃഗൂഢ്യാം. കരാളദംഷ്ടാഭിരുദസ്തഭാഗണം സ്യാസ്വസ്തി കിം കോപയദോ വിദാദോം. ബഹ്വേവമുദ്വിഗ്ന ദൃശോജ്യമാനേ ജനേന ദക്ഷസ്യ മുഹുർമഹാത്മനഃ. ഉൽപേതുരുൽപാദതമാസഹസ്രശോ ഭയാവഹാം ദിവി ഭൂമൗ ജപര്യ. താവത്സരുദ്രാനുചരൈർമഗോമഹാൻ നാനായുധൈർവാമനകൈരുദായുധൈ. പിംഗൈ പിശങ്കൈർമകരോദരാനനൈ പര്യാദ്രവദ്ഭിർവിദുരാനുരുധ്യതാം. കേചിത് ബഭഞ്ജോ പ്രാഗ്ഭാഷം പത്നീശാലാം തദാവരേം സദ ആഗ്നീന്ദ്രശാലാം ച തദ്യുഹാരം മഹാനസം. രുരുജുര്യജ്ഞപത്രാണി തദൈകേഗ്നീനനാശയൻ കുണ്ടേഷു മൂത്രയൻ കേജേ ബിഭിർദുർവേദിമേഖലാഃ. അപാദന്തമുനീനന്യാ ഏകേ പത്നീരതർജയൻ അപരേ ജഗൃഹുർദേവാൻ പ്രത്യാസന്നാൻ പലായിതാൻ. ഭൃഗുംബന്ധമണിമാൻ വീരഭദ്ര പ്രജാപതിം ചണ്ഡീശഭൂഷണം ദേവം ഭഗം നന്ദീശ്വരോ ഗ്രഹീത്. സർവ ഏവർത്തിജോ ദൃഷ്ട്വാ സദസ്യാ സവിദൗഗസഃ. തൈരർധ്യമാനാം സുഭൃശം ഗ്രാവഭിന്നേ ഗതാദ്രവൻ ജുഹ്വദഃ സുവഹസ്തസ്യ
ശ്മശ്രൂണി ഭഗവാൻ ഭവാം ഭൃഗുർലുലുഞ്ചേ സദസീം യോ ഹസശ്മശ്രുദർശയൻ ഭഗസ്യ നേത്രേ ഭഗവാൻ പാതിദസ്യ രുഷാംഭുവീം ഉജ്ജഹാര സദസ്തോഷ്ണാം യസ്യ ബന്ധമസൂജയത് പൂഷ്ണാം ശാബാധയത് ദന്താൻ കലിംഗസ്യ യഥാ ബലഃ ശബ്യമാനേം ഗരീമണി യോഹ സദ്ദർശയൻ ദദഃ ആക്രമ്യോരസിദക്ഷസ്യ ശിതധാരേണ ഖേദിനാം ചിന്തന്നഭിതദുദ്ധർത്തും നാശക്നോത്രംബകസ്തദാം ശസ്ത്രൈരസ്ത്രാന്യുദൈരേവ മനിർഭിന്നത്വജം ഹരഃ വിസ്മയം പരമാപന്നോ ദദ്യോ പശുപതി സ്ഥിരം ദൃഷ്ട്വാ സ്വപ്നവനം യോഗം പശൂനാം സപതിർമകേ യജമാനപശോകസ്യ കായാതേനാഹരച്ചിരഃ സാധുവാദസ്തദാ തേഷാം കർമ്മ തത്തസ്യ ശംശദാം ഭൂതപ്രേതപിശാചാനാം അന്യേഷാം തദ്യുപര്യയാം ജുഹാവൈദച്ചിരസ്തസ്മിൻ ദക്ഷിണാഗ്നാവമർഷിതഃ തദ്ദേവ യജനം ദഗ്ധ്വാം പ്രാതിഷ്ഠദ്ഗുഹ്യകാലയം. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ ദക്ഷയജ്ഞവിധ്വംസോ നാമ പഞ്ചമോധ്യായഃ. ഓം തത്സത്. ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥവും മറ്റു വിശദീകരണങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തിയത്? ദക്ഷൻ്റെ യാഗമായിരുന്നു അല്ലേ? ദക്ഷൻ്റെ യാഗം, ദക്ഷയാഗത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറില്ലേ? എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളൊരു ഉദാഹരണം പോലെ പറയാറില്ലേ? ദക്ഷയാഗം പോലെ ആവരുതെന്ന്. ദക്ഷയാഗത്തിൽ എന്താണ് പറ്റിയത്? ദക്ഷൻ്റെ അഹങ്കാരം അല്ലേ? ഈഗോ പറയില്ലേ നമ്മൾ, അത് ഇത്തിരി കൂടുതലായിരുന്നു, ഞാനെന്ന ഭാവം. അതുകൊണ്ടാണ് ദക്ഷന് ഈശ്വരനെ പോലും നിന്ദിച്ചുകൊണ്ടാണ് യാഗം നടത്തിയത്. ശിവനെ നിന്ദിച്ചുകൊണ്ട് യാഗം നടത്തി. ശിവന്റെ മാഹാത്മ്യം അറിയാതെ, ശിവൻ ഈശ്വരനാണെന്ന് അറിയാതെ ശിവനിന്ദ ചെയ്തത് കൊണ്ടാണ് ദക്ഷൻ്റെ യാഗം മോശമായി പോയത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു പോസിറ്റീവ് ചിന്താഗതിയോടുകൂടിയും യാഗം ഒക്കെ ചെയ്യുന്ന സമയത്ത് യജ്ഞം, പൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മളൊരു അമ്പലത്തിൽ പോയി തൊഴുകയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സ് നമ്മൾ കുറച്ച് ശാന്തമാക്കാനുണ്ട്. നമ്മളിൽ ഒരു അമ്പലത്തിൽ പോയാലെങ്കിലും നമ്മളിൽ അസൂയ, അതുപോലെ ഞാനെന്ന ഭാവം ഇങ്ങനെയുള്ളതൊന്നും വരാതിരിക്കണം. ഈശ്വരൻ്റെ മുന്നിൽ നമ്മൾ എത്രയോ താഴെയാണ് അല്ലേ? ഭഗവാന്റെ മുന്നിൽ നമ്മൾ ഒരിക്കലും മുകളിലല്ല എന്നുള്ള ഒരു വിചാരം. നമ്മളെപ്പോഴും ഭഗവാനെ തൊഴുകാൻ അമ്പലത്തിൽ പോകുമ്പോൾ തല ഇങ്ങനെ താഴ്ത്തി അങ്ങനെ നമ്മൾ നിലത്ത് കുമ്പിട്ടൊക്കെ അല്ലേ തൊഴുകുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ആ ഈശ്വരീയത എന്താണെന്നും നമ്മളെന്താണെന്നും നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള എല്ലാ നമ്മുടെ സനാതന ധർമ്മത്തിലെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഈശ്വരന് വേണ്ടിയുള്ളതല്ല. അപ്പോൾ ഇവിടെ ദക്ഷന് അഹങ്കാരം കൊണ്ട് ചെയ്ത യാഗം, അഹങ്കാരം കൊണ്ട് നമ്മൾ എന്ത് ജോലി ചെയ്താലും അതെന്ന് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈഗോയിലൂടെയും അഹങ്കാരത്തിലൂടെയും ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിലൂടെയും ഒക്കെ എന്ത് നമ്മൾ പ്രവൃത്തി ചെയ്താലും അത് വിജയത്തിലെത്തില്ല. അഥവാ വിജയത്തിലെത്തിയാൽ കൂടി അതിൻ്റെ ശരിയായ ഫലം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഏതൊരു പ്രവൃത്തിയും നമ്മൾ വിനയത്തോടു കൂടിയും എല്ലാവരോടുമുള്ള ആദരവോടു കൂടിയും ഒക്കെ വേണം ചെയ്യാൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ശിവനെ നിന്ദിച്ചു. അപ്പോൾ ശിവൻ പറഞ്ഞു പാർവതി ദേവിയോട്, ആദ്യം പോയപ്പോൾ നിന്ദിച്ചു. അപ്പോൾ പറഞ്ഞു ഇനി ഒരിക്കലും പോകണ്ടാന്ന്. പക്ഷേ പോകണ്ടാന്ന് പറഞ്ഞപ്പോൾ ദേവി കേട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദേവിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോകാതിരിക്കാൻ നമ്മളുടേതായ ഒരു മനസ്സ് നമ്മളെ സമ്മതിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനസ്സായിരുന്നു പാർവതി ദേവിയുടേത്. അതുകൊണ്ട് തന്നെ ദക്ഷൻ്റെ യാഗത്തിന് വന്നു. അങ്ങനെ ദക്ഷനാൽ അപമാനിക്കപ്പെടുകയും സതീദേവി തൻ്റെ ശരീരം ആര് തന്നതാണ്? അച്ഛൻ തന്നതാണ് അല്ലേ? അപ്പോൾ ആ ശരീരം എനിക്ക് വേണ്ട, അച്ഛൻ അപമാനിച്ചത് കൊണ്ട് ഇനി എനിക്ക് ആ ശരീരം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യോഗ അഗ്നിയിൽ ശരീരത്തെ ദഹിപ്പിച്ച് കളയുന്ന ഒരവസ്ഥയുണ്ടായി. എന്നിട്ടും ദക്ഷൻ ഒരു കൂസലുമില്ലാതെ, അപ്പോൾ സ്നേഹമില്ല, അതുപോലെ വിനയമില്ല, അഹങ്കാരം കൂടുതലാണ് താനും. ഇതൊക്കെയായിരുന്നു ദക്ഷൻ്റെ രോഗം. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും നാശമേ വരുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സതീദേവി ദേഹത്യാഗം ചെയ്തപ്പോൾ ശിവപാർഷദന്മാർ അത് കണ്ടിരിക്കാനുള്ള അവർക്ക് ഇഷ്ടം ഉണ്ടായില്ല. അവർക്ക് ദേഷ്യം വന്നു. അങ്ങനെ അവർ എതിർക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ഈ ഭൃഗു തുടങ്ങിയ മഹർഷിമാരുടെ ശക്തി കാരണം ശിവപാർഷദന്മാർക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല.
അങ്ങനെ അവർ ഓടിപ്പോയി ശിവന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അങ്ങനെ ശിവപാർഷദന്മാരുടെ നിന്നും കാര്യം അറിഞ്ഞപ്പോൾ ശിവന് തൻ്റെ പ്രിയ പത്നിയാണ് പോയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിലെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെങ്കിലും പ്രകൃതി ശോഭിക്കും. അപ്പോൾ ആ പ്രകൃതി, നമ്മൾ എന്ത് പ്രവൃത്തി, ദോഷപരമായ പ്രവൃത്തി പ്രകൃതിയിലേക്ക് ചെയ്യുമ്പോൾ തൽക്കാലം നമുക്കതിൻ്റെ ഫലം കിട്ടിയില്ലെങ്കിലും പിന്നീട് അതിൻ്റെ ശിക്ഷ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ധ്യാനിച്ചു ക്രോധത്തോടുകൂടി. അപ്പോൾ ഈ ശിവപാർഷദന്മാർ പറഞ്ഞു, ഞങ്ങളെയൊക്കെ അവരെ എതിർത്ത് നിൽക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തൻ്റെ ജഡ നിലത്ത് അടിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു രൂപം വരികയാണ്, ഒരു സത്വം വരികയാണ്. അതായത് നമ്മൾ പ്രകൃതി എന്ന് തന്നെ, പ്രകൃതിയിൽ നിന്ന് വിപരീത ഫലം, അതായത് എവറി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയും. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. അതായത് നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യും എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ ഇവിടെ ദക്ഷൻ ചെയ്തത് തെറ്റാണ്. അപ്പൊ അതിനുള്ള ശിക്ഷ പ്രകൃതി തന്നെ കൊടുക്കുന്നുള്ളതാണ്. ശിവൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ആരെങ്കിലും ദ്രോഹിച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രതികാരം ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഇതാണ് പറയുന്നത്. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ മിണ്ടാതിരുന്നാൽ മതി, ദൈവം അവർക്കുള്ള ശിക്ഷ കൊടുക്കും. എങ്ങനെ കൊടുക്കും? അത് പ്രകൃതിയിൽ സെറ്റാണ്. അതിനെ മാറ്റാൻ ഈശ്വരന് പോലും പറ്റില്ല എന്നുള്ളതാണ്. പ്രകൃതിയിൽ അതൊരു സെറ്റപ്പാണ്. ആ സെറ്റപ്പിനെ മാറ്റാൻ നമുക്ക് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും, ഈ ജന്മത്തിലായാലും കഴിഞ്ഞ ജന്മത്തിലായാലും. പക്ഷെ ഈശ്വരന് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ഈശ്വരന് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനും പിന്നെ നമ്മൾക്ക് പ്രായശ്ചിത്തം തോന്നിയാൽ നമ്മളെ അതിൽ നിന്നും കരകയറ്റാനും മാത്രമേ ഈശ്വരന് കഴിയുള്ളൂ. നമ്മളെ സഹായിക്കും കരകയറാൻ, അതേ ഈശ്വരന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ അത് തന്നെയാണ് ദക്ഷന് സംഭവിക്കുന്നത്. അങ്ങനെ ദക്ഷൻ ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ ത്യാഗം, എന്നിട്ടും സതീദേവിക്ക് ഇങ്ങനെ ഒരു സംഭവം, സ്വന്തം മകൾ ദേഹത്യാഗം ചെയ്തിട്ട് പോലും ആ യാഗം നിർത്തിവെക്കാനോ ഒന്നും തയ്യാറാവാണ്ട് ദക്ഷൻ യാഗം തുടരുകയാണ്. അപ്പോൾ ആ ദേവകളും യാഗം തുടരുകയാണ്. ദക്ഷന്റെ പക്ഷത്തായിരുന്നു ഭഗൻ, അതുപോലെ ഭൃഗു തുടങ്ങിയവരൊക്കെ ദക്ഷന്റെ പക്ഷത്തായിരുന്നു. അങ്ങനെ ഈ ശിവഭഗവാൻ അവിടെ തൻ്റെ ജട നിലത്തടിച്ചപ്പോൾ അവിടെ നിന്ന് വീരഭദ്രൻ എന്ന് പറഞ്ഞ ഒരു സത്വം ഉണ്ടാവുകയാണ്. ഒരു നെഗറ്റീവ് എനർജിയുടെ രൂപത്തിൽ എല്ലാ ശക്തികളോടുകൂടി ആകാശമുട്ട നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപം അവിടെ പ്രത്യക്ഷമായി. അതിൻ്റെ ചുവന്ന കണ്ണുകളായിരുന്നു, വലിയ ആകാശമുട്ട നിറഞ്ഞു നിൽക്കുന്ന രൂപമായിരുന്നു. കൈകാലുകൾക്കൊക്കെ നല്ല ശക്തിയായിരുന്നു. കണ്ണുകൾക്ക് നല്ല തീജ്വാല പോലെയുള്ള കണ്ണുകളായിരുന്നു. നടക്കുമ്പോൾ ചിലങ്ക കിലുങ്ങുന്ന ശബ്ദം കേട്ടാൽ തന്നെ ഇടിവെട്ടുന്നത് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രൂപം ഉണ്ടായി. എന്നിട്ട് ആ രൂപം ശിവനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ അവിടുന്ന് കൽപ്പിച്ചാലും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കൂ, നമ്മൾ എന്ത് പ്രവൃത്തി ഇങ്ങനെ മറ്റുള്ളവരെ നിന്ദിച്ചു കൊണ്ടൊക്കെ ചെയ്താൽ അത് ആ ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. അത് നമ്മൾക്ക് മാനസികമായും ശാരീരികമായും എല്ലാം ദോഷം ചെയ്യും. അപ്പം അതിനെയാണ് നമ്മൾ ഈ ശാപം എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് നമ്മൾ വിഷമിപ്പിച്ചാൽ അവർ നമ്മളെ ശപിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ പ്രകൃതിയുടെ സെറ്റപ്പ് അവിടെ ഉണ്ട്. ആ പ്രകൃതിയുടെ സെറ്റപ്പ് എന്ത് ചെയ്യും? നമ്മൾക്കെതിരായിട്ട് നെഗറ്റീവ് എനർജി ഫോം ചെയ്യും എന്നുള്ളതാണ്. അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പം അങ്ങനെ ആ ഒരു വീരഭദ്രൻ എന്ന പേരിലുണ്ടായി. ആ സത്വം ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് ഞാൻ അവിടത്തേക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു ഭഗവാൻ, എനിക്ക് അതായത് ഭഗവാനായാലും ആരായാലും ആ ദൈവനിശ്ചയം, ഒരു പ്രകൃതി നിശ്ചയമുണ്ട്. അതുകൊണ്ട് ദക്ഷൻ വളരെയധികം അഹങ്കരിക്കുന്നുണ്ട്. ഇത്തരം ആൾക്കാർ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം. അതുകൊണ്ട് ദക്ഷൻ്റെ യാഗം പോയി മുടക്കണം. എൻ്റെ പാർഷദന്മാരുടെയൊക്കെ തലവനായിട്ട് നീ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ പാർഷദന്മാർക്കൊക്കെ വലിയ സന്തോഷമായി. തങ്ങൾക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് തൻ്റെ സ്വാമിയായ വീരഭദ്രൻ ചെയ്യും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ വീരഭദ്രനെ നമ്മൾ ശിവൻ്റെ അമ്പലങ്ങളിലൊക്കെ വീരഭദ്രസ്വാമിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൂജകളൊക്കെ ചെയ്യും. എന്തിനു വേണ്ടിയായിരുന്നു അത്? നമ്മൾ ചെയ്യുന്ന നമ്മുടെ പാപഫലങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ വീരഭദ്രസ്വാമിക്ക് അർച്ചനകളും പൂജനകളും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീരഭദ്രൻ പോയി, ശിവപാർഷദന്മാരും കൂടെ പോയി
അങ്ങനെ പോകുന്ന സമയത്ത് ആ യാഗം നടക്കുന്ന സ്ഥലത്ത് ചില അശുഭം കാണുകയാണ്. അശുഭം എന്ന് പറഞ്ഞാൽ ദുസ്സൂചനകൾ കാണുകയാണ് അവിടെ. ഇങ്ങനെ നോക്കുമ്പോൾ ആകാശം ഇരുണ്ട് വരുന്നതായും എല്ലാവിടെയും ഇരുട്ട് പരന്നതായിട്ടും തോന്നുന്നു. പിന്നെ വെയിലൊക്കെ മങ്ങി ഒരു അന്തരീക്ഷത്തിൽ പൂഴി ഇങ്ങനെ പറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ദക്ഷൻ്റെ പത്നിമാരൊക്കെ പറഞ്ഞു, അയ്യോ എന്താണ് ഇങ്ങനെ പൂഴി പറക്കുന്നത്, മഴയോ കൊടുങ്കാറ്റോ വല്ലതും വരുവാണോ? നോക്കിയപ്പോൾ മഴയും കൊടുങ്കാറ്റും ഒന്നും കാണാനില്ല, എന്തോ ഒരു അശുഭം കാണുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും പേടിച്ചു. അവർ പറഞ്ഞു, സതീദേവിയുടെ ദേഹത്യാഗം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ നമുക്കെന്തോ മോശം വരാൻ പോവുകയാണ്. നമുക്കെന്തോ മോശം വരാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദുസൂചനകൾ നമുക്ക് കേൾക്കാം. നമ്മൾ പറയില്ലേ ഈ കൂമൻ മൂളുന്നത്, കുറുക്കൻ ഓരിയിടുന്നത്, നായ ഓരിയിടുന്നതൊക്കെ ദുസൂചനകളാണെന്ന്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് എനർജിയെ കാണാനുള്ള കരുത്ത്, പലതരം ശക്തികളുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ. അപ്പം അത് കാണാനുള്ള ശക്തി അവരുടെ കണ്ണുകൾക്കുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് അത്രയ്ക്കൊന്നും ശക്തിയില്ല കേട്ടോ. നമ്മൾ എന്നിട്ട് പറയും ഈശ്വരനെ കാണാൻ പറ്റുന്നില്ല, ഈശ്വരനുണ്ടോ എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ കണ്ണുകൾക്ക് ഒരു നായിനെ കാണാൻ പറ്റുന്ന, ഒരു മൂങ്ങിക്ക് കാണാൻ പറ്റുന്ന അത്ര കഴിവുകൾ പോലും നമ്മുടെ കണ്ണിനില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ശക്തികളെ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ചില പക്ഷിമൃഗാദികൾക്കൊക്കെ ആ ശക്തികളെ, നെഗറ്റീവിനെ തിരിച്ചറിയാൻ കഴിയും. അതായത് ഭൂകമ്പം മുതലായ ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്കത് ഉണ്ടായപ്പോഴേ അറിഞ്ഞുള്ളൂ. അതിനു മുമ്പേ തന്നെ നായ തുടങ്ങിയ പക്ഷിമൃഗാദികൾക്കൊക്കെ ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അത് കുറേ ശബ്ദം, ഇപ്പം 6.8 റിച്ചർ സ്കെയിലൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് കേൾക്കുക. നമ്മുടെ കേൾവി ശക്തി അത്രയ്ക്കും കുറവാണ്. പിന്നെ ചലനമൊക്കെ ആകുമ്പോൾ അത് അപ്പോഴേ നമുക്കറിയുള്ളൂ. അവർക്ക് അതിനു മുമ്പേ അതറിയാൻ പറ്റി. അപ്പോൾ ഇവിടെ അത്തരം സിറ്റുവേഷൻസ് വരികയാണ്. അപ്പോൾ ഈ ദക്ഷൻ്റെ പത്നിമാരൊക്കെ മനസ്സിൽ വിഷമിക്കുകയാണ്, എന്താണ് വരാൻ പോകുന്നത്, ഇനി ആരെങ്കിലും യുദ്ധത്തിന് വരുവാണോ, ദുഷ്ടശക്തികൾ വരുവാണോ? അങ്ങനെയാണെങ്കിൽ പ്രാചീന ബർഹിസാണ് അന്ന് ഭരിക്കുന്നത്. പ്രാചീന ബർഹിസിനെ പറ്റി ഇനി നമ്മൾ ഭാഗവതത്തിൽ കുറെ പഠിക്കാൻ ഉണ്ട്. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഭരിക്കുമ്പോൾ ഇങ്ങനെ ദുഷ്ടശക്തികളൊന്നും വരാൻ വഴിയില്ല. പിന്നെ എന്താണ്? അപ്പം ചിലർ പറയണം, ചെയ്തത് എന്താണ്, ഇവിടെ പാപമല്ലേ ചെയ്തത്, സതീദേവി ഇങ്ങനെ മരിക്കാനിടയായില്ലേ, സതീദേവിയെ അവമാനിച്ചില്ലേ, ശിവനെ അവമാനിച്ചില്ലേ, അങ്ങനെയൊക്കെ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് ആ രൂപം അടുത്ത് വരും. അങ്ങനെ പെട്ടെന്ന് ആ രൂപം അടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു, അവർ യാഗശാലയിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് അവരെയൊക്കെ, അപ്പോൾ ഭൃഗുണ്ട്, ഭഗനുണ്ട്, ഭൂഷണനുണ്ട്, ഇവരൊക്കെ ദേവന്മാരുണ്ട്. അതുപോലെ ഈ രാജാവിനെ അനുകൂലിക്കുന്നവർ, ദക്ഷനാണ് രാജാവ്, ആ രാജാവിനെ അനുകൂലിക്കുന്നവരെല്ലാം ഉണ്ട്. എല്ലാവരെയും കണ്ട ഉടനെ ഇവരെ യാഗശാലയിലേക്ക് ശിവപാർഷദന്മാർ കയറി. അപ്പോൾ ആ വീരഭദ്രൻ്റെ സഹായം കൊണ്ട് അവർ പാത്രങ്ങളെല്ലാം, യാഗത്തിൻ്റെ പാത്രങ്ങളൊക്കെ തല്ലി ഉടച്ചു. പിന്നെ യാഗാഗ്നിയിൽ എന്ത് ചെയ്തു, മലമൂത്ര വിസർജനം ചെയ്ത് യാഗാഗ്നിയൊക്കെ മോശമാക്കി, അത് അശുദ്ധമാക്കി. പിന്നെ അവിടെ പന്തൽ കെട്ടിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം വലിച്ചിട്ടു. പിന്നെ ഭോജനശാല ഉണ്ടായിരുന്നു, അതെല്ലാം വലിച്ചിട്ടു. അപ്പോഴേക്കും എല്ലാവരും പേടിച്ചോടാൻ തുടങ്ങി. ഭൃഗുവിനെ എന്ത് ചെയ്തു, ഭൃഗുവിനെ പിടിച്ചിട്ട് ഭൃഗുവിൻ്റെ താടി വലിച്ചെടുത്തു. അതുപോലെ ഭഗന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു വീരഭദ്രൻ. കാരണം ആ കണ്ണുകൊണ്ടാണല്ലോ സതീദേവി ഇങ്ങനെ ദേഹത്യാഗം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, ആ കണ്ണുകൾ കൊണ്ടാണ് നോക്കിയത്. അപ്പം ആ കണ്ണുകൾ, അതായത് ശിക്ഷ, ഓരോ അവയവത്തിനും എന്ത് പാപം ചെയ്തു അതനുസരിച്ച് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് കണ്ണ് ചൂഴ്ന്നെടുത്തു. പിന്നെ ചിരിച്ചവരുടെയൊക്കെ പല്ല് പറിച്ചെടുത്തു, ഭൂഷണൻ്റെയും മറ്റും പല്ലുകൾ പറിച്ചെടുത്തു. ഭഗന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു. ഭൃഗു ഇങ്ങനെ താടി തലോടിക്കൊണ്ടിരുന്നു അത്രേ. അപ്പം ആ താടിയെയും പറിച്ചെടുത്തു. അങ്ങനെ അതെല്ലാം അവിടെ ഇട്ടുകൊണ്ട് പിന്നെ ദക്ഷനെ കൊല്ലാനായിട്ട് പോവുകയാണ്. ദക്ഷനെ കൊല്ലാൻ പോകുന്ന സമയത്ത് ദക്ഷനെ കൊല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ ദക്ഷനെ ഒരു യാഗപ്പശുവായി കണക്കാക്കിയിട്ട് തല ഇങ്ങനെ ചുഴറ്റി അങ്ങനെ ദാരുണമാം വിധം വീരഭദ്രൻ ദക്ഷനെ കൊന്നു. ദക്ഷന്റെ തല എന്ത് ചെയ്തു, വേർപെടുത്തി അത് അഗ്നിയിലിട്ട് കത്തിക്കുകയും ചെയ്തു. അവിടെ എല്ലാം നാശം ആക്കി വെച്ച് കൊണ്ട് അങ്ങനെ ആ ദക്ഷന്റെ യാഗത്തെ നശിപ്പിച്ചുകൊണ്ട് വീരഭദ്രനും കൂട്ടുകാരും തിരിച്ചുപോയി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ അഹങ്കാരത്തിൻ്റെ ഫലം എപ്പോഴും നമുക്ക് മോശമായിട്ടേ വരുള്ളൂ. അഹങ്കാരത്തോടു കൂടിയും മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടും മറ്റുള്ളവരെ അപമാനിച്ചുകൊണ്ടും ഒക്കെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് ഗുണം കിട്ടില്ല, ദോഷം മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെ ദക്ഷയാഗം നശിച്ചു പോകുന്നതാണ്. അതോടുകൂടിയിട്ട് ഈ
നമ്മളുടെ ഈ എപ്പിസോഡിൻ്റെ അതായത് നമ്മളിപ്പോൾ വായിച്ചതിൻ്റെ അർത്ഥങ്ങളായി. അപ്പോൾ അങ്ങനെയുള്ള ദക്ഷയാഗത്തിൻ്റെ ആ നാശത്തോടു കൂടി അവിടെ അവർ പോവുകയാണ്.